പ്രധാനമന്ത്രി മോദിയുടെ സൈപ്രസ് സന്ദർശനം തുർക്കിക്ക് ഒരു നയതന്ത്രപരമായ സന്ദേശം നൽകാനുള്ള ഒരു ശ്രമമായിട്ടാണ് പലരും കാണുന്നത്. ഇതിന് പിന്നിലെ കാരണങ്ങൾ ഇവയാണ്. തുർക്കി-പാകിസ്ഥാൻ അടുപ്പം. അടുത്തിടെയായി തുർക്കിയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമായിട്ടുണ്ട്. കശ്മീർ വിഷയത്തിലും ഭീകരവാദത്തിനെതിരെയും പാകിസ്ഥാനെ തുർക്കി പിന്തുണയ്ക്കുന്നു. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടിക്ക് ശേഷം പാകിസ്ഥാനെ തുർക്കി പരസ്യമായി പിന്തുണച്ചതും ഇതിനാക്കം കൂട്ടി. തുർക്കിയിൽ നിന്ന് നിർമ്മിച്ച ഡ്രോണുകൾ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായ ആക്രമണങ്ങളിൽ ഉപയോഗിച്ചതായും ആരോപണമുണ്ട്. ഈ സാഹചര്യത്തിൽ തുർക്കി-പാകിസ്ഥാൻ കൂട്ടുകെട്ടിനെ നേരിടാനുള്ള ഇന്ത്യയുടെ നീക്കമായി ഈ സന്ദർശനത്തെ കാണാം. സൈപ്രസ് തുർക്കി തർക്കം. സൈപ്രസും തുർക്കിയും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന അതിർത്തി തർക്കങ്ങളുണ്ട്. 1974-ൽ തുർക്കി സൈപ്രസിനെ ആക്രമിക്കുകയും ദ്വീപിന്റെ 1/3 ഭാഗം കൈവശപ്പെടുത്തുകയും ചെയ്തു. ഈ ഭാഗം തുർക്കി റിപ്പബ്ലിക് ഓഫ് നോർത്തേൺ സൈപ്രസ് എന്ന് അറിയപ്പെടുന്നുണ്ടെങ്കിലും തുർക്കിയൊഴികെ മറ്റ് രാജ്യങ്ങൾ ഇതിനെ അംഗീകരിക്കുന്നില്ല. കശ്മീർ, അതിർത്തി കടന്നുള്ള ഭീകരവാദം, UN സുരക്ഷാ കൗൺസിൽ പരിഷ്കരണങ്ങൾ എന്നിവയിൽ സൈപ്രസ് ഇന്ത്യയുടെ നിലപാടുകളെ സ്ഥിരമായി പിന്തുണച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ നയതന്ത്രപരമായ ഒറ്റപ്പെടുത്തൽ. തുർക്കിയെ നയതന്ത്രപരമായി ഒറ്റപ്പെടുത്താനും പാകിസ്ഥാനുമായുള്ള അതിന്റെ സഖ്യത്തെ ദുർബലപ്പെടുത്താനും ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. സൈപ്രസിനെപ്പോലുള്ള രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നത് ഈ ലക്ഷ്യത്തിന് സഹായകമാകും. ഊർജ്ജ സുരക്ഷ. കിഴക്കൻ മെഡിറ്ററേനിയൻ മേഖലയിലെ പ്രകൃതിവാതക പര്യവേഷണത്തിൽ സൈപ്രസ് ഒരു പ്രധാന പങ്കാളിയാണ്. തുർക്കിയുടെ ഖനനം കാരണം ഈ മേഖലയിൽ പ്രാദേശിക സംഘർഷങ്ങൾ നിലവിലുണ്ട്. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ വൈവിധ്യവൽക്കരിക്കുന്നതിന് സൈപ്രസുമായി ഒരു ഊർജ്ജ പങ്കാളിത്തം തന്ത്രപരമായി പ്രാധാന്യമർഹിക്കുന്നു. യൂറോപ്യൻ യൂണിയനുമായുള്ള ബന്ധം. 2026-ൽ യൂറോപ്യൻ കൗൺസിലിന്റെ കറങ്ങുന്ന പ്രസിഡൻസി സൈപ്രസിന് ലഭിക്കാനിരിക്കുകയാണ്. ഇത് വ്യാപാരം, സുരക്ഷ, ആഗോള ഭരണം എന്നിവയിൽ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള വഴിയൊരുക്കും. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി IMEC. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി പദ്ധതിയിൽ സൈപ്രസ് ഒരു പ്രധാന കണ്ണിയാണ്. ഈ ഇടനാഴിയിലൂടെ ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള വ്യാപാരവും ഗതാഗതവും ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിടുന്നു. ചുരുക്കത്തിൽ, മോദിയുടെ സൈപ്രസ് സന്ദർശനം ഇന്ത്യയുടെ ദീർഘകാല നയതന്ത്ര താൽപര്യങ്ങളുടെ ഭാഗമാണ്. ഇത് സൈപ്രസുമായുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം തുർക്കിയെയും പാകിസ്ഥാനെയും ലക്ഷ്യമിട്ടുള്ള ഒരു സന്ദേശവും നൽകുന്നു.